കുട്ടികളുടെ ദേഹത്തുണ്ടാവുന്ന ചെറിയ പുള്ളിപ്പാടുകൾ, ചെറിയ സ്പോട്സ്, പാച്ചസ് അല്ലെ കുറച്ച് വട്ടത്തിലുണ്ടാവുന്ന വെള്ളപ്പാടുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡാർക്ക് കളറുള്ള സ്പോട്സ്, പിന്നെ ജോഗ്രഫിക് ഷേപ്പിലുള്ള തരത്തിലുള്ള കുറച്ച് ഒരു കളർ ഡിസ്കളറേഷൻസ് അല്ലെ, കളർ ഡിഫറൻസസ്. ഇത് പലപ്പോഴും പേരൻസിൽ വല്ലാത്തൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സംഭവമാണ്. പൊതുവെ ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറേയേറെ കണ്ടും വരുന്നുണ്ട്. അപ്പം എന്താണ് ഇവയെല്ലാം എന്നുള്ളൊരു നാച്ചുറൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്. ശരിക്കും വൈറ്റ് പാച്ചസ്, സ്പോട്സ് അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്കളറേഷൻസ് പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക. അതിൽ മോസ്റ്റ് കോമൺ കോസ്, ഏറ്റവും അധികം കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്പോട്സ് കാണുന്നത് പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസീസിലാണ്. പലതരത്തിലുള്ള വൈറ്റമിൻസിൽ, അതായത് മൾട്ടി വൈറ്റമിൻസിൻ്റെ കുറവ് വന്നാലോ, അല്ലെങ്കിൽ ചിലപ്പം എ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സി ഡെഫിഷ്യൻസി, ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ ദേഹത്ത് ചെറിയ ചെറിയ സ്പോട്സ് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്സ് കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് കൺസേൺഡ് ആവും. നമ്മൾ ഇതെന്താണ് എന്ന് ഒരു ഡോക്ടറുടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ ചെല്ലുമ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ്, ഓക്കെ, ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്താൽ പലപ്പോഴും അത് മാറും. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്പോട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു വിഭാഗം ഉള്ള ഈ ഡിസ്കളറേഷൻസും സ്പോട്സിനെയും ഒരു കാരണം എന്ന് പറഞ്ഞത് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ്. ചില ഗ്രന്ഥികളിൽ, ഇപ്പോൾ തൈറോയ്ഡ് പോലത്തെ ഗ്രന്ഥികളിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഫങ്ഷനിങ്ങിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ചില ലിവർ കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതിനോടൊക്കെ അനുബന്ധിച്ചും ദേഹത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്പോട്സോ പുള്ളിപ്പാടുകളോ അല്ലെങ്കിൽ ചെറിയ വെള്ള പാച്ചസോ കാണപ്പെടാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നല്ല വെള്ളപ്പാടായിട്ട് വരുമ്പോൾ വെള്ളപ്പാണ്ട് അല്ലേ, വൈറ്റിലിഗോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പാണ്ട് രോഗത്തിൻ്റെ തുടക്കം ഒരു സ്പോട്സ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കോസസും പലപ്പോഴും സ്കിന്നിൻ്റെ പുറത്ത് ചെറിയ ചെറിയ സ്പോട്സോ ഡിസ്കളറേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ നോർമൽ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിറം, ഒന്നെങ്കിൽ അത് കുറവാവാം, ചിലപ്പോൾ അത് ഡാർക്കിഷ് ബ്ലാക്കിഷ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലും ഇത്തരത്തിലെ സ്പോട്സ് കുഞ്ഞുങ്ങളുടെ ദേഹത്ത്, മുഖത്തോ ദേഹത്തോ ഒക്കെ കാണപ്പെടാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ചില ഇൻഫെക്റ്റീവ് ഏജൻസ്, ചില ഇൻഫെക്ഷൻസ്, ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നേക്കാം. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിലും ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്സും, ചിലപ്പോൾ റെഡിഷ് ആയിരിക്കും, ചുമപ്പ് കളറായിരിക്കും, ചിലപ്പോൾ ഒരു ഡാർക്ക് ബ്ലാക്കിഷോ ബ്രൗണിഷ് കളറായിരിക്കും. പക്ഷേ എപ്പോഴും ഇൻഫെക്ഷനോട് കൂടി വരുന്ന സ്പോട്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ അതിൻ്റെ കൂടെ തന്നെ കാണും. അപ്പം അതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഈ കാരണം ഈ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഈ ചൊറിച്ചിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഇൻഫെക്റ്റീവ് ഏജൻറ്റ്, യൂഷ്വലി ഫംഗൽ ഇൻഫെക്ഷൻസിലാണ് വരിക. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷനിലൊക്കെ സ്പോട്സ് വരാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ അൺഹൈജീനിക് ആയിട്ടുള്ള ക്ലോത്തിങ്ങോ അല്ലെങ്കിൽ തുണി എവിടെയെങ്കിലും വിയർപ്പോടെ കൊണ്ട് ഇട്ടിട്ട് പിന്നെ അത് വീണ്ടും വെയർ ചെയ്യുക, അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവിടെ കളിച്ച് പോവുകയൊക്കെ ചെയ്യുക, എക്സ്പോഷർ കൂടുതൽ വരിക, വൃത്തിഹീനമായ വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പാച്ചസോ സ്പോട്സോ വരാം. അപ്പം ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പാച്ചസ് ഈ ചൊറിച്ചിലോട് കൂടിയാണെങ്കിൽ നാച്ചുറലി നമ്മളൊരു സ്കിൻ എക്സ്പേർട്ടിനെയോ ഒരു ഡോക്ടറിനെയോ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്നറിഞ്ഞാൽ അത് അത്യാവശ്യം കുറച്ച് കാലയളവിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്. ബിക്കോസ് ഇത് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ ഇതൊരു ക്രോണിക് ഇൽനസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് കൂടാതെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചിലപ്പോൾ വരുന്ന സ്പോട്സ് ഏതെങ്കിലും അസുഖങ്ങളോട് അനുബന്ധിച്ചായിരിക്കാം. ചിലപ്പം ചെറിയ ചെറിയ രക്ത കട്ടയാകുന്ന പോലത്തെ ചില പാടുകളൊക്കെ കാണാം. എക്കൈമോസിസ് പോലത്തത്, ത്രോംബോസൈറ്റോപീനിയ എന്നുള്ള അസുഖങ്ങളിൽ അവിടെ വെള്ള സ്പോട്സ് ആവണമെന്നില്ല, ഡാർക്ക് ബ്രൗണിഷോ ബ്ലാക്കിഷോ സ്പോട്സ് ആകാം. പിന്നെ ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റീവ് ഡിസീസസ് ലൈക്ക് ഡെങ്കി പോലത്തെ അസുഖങ്ങളിലും ഇത്തരത്തിലുള്ള സ്പോട്സ് ദേഹത്ത് കാണാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വരുന്ന ഡിസ്കളറേഷൻസ് അത് വെള്ള കളറിലെ ആവാം, ഡാർക്ക് കളറിലെ ആവാം, ബ്ലാക്കിഷ് ആവാം. ഏതെങ്കിലും തരത്തിലെ വല്ല സ്കിൻ കളറിൽ നിന്ന് മാറി വരുന്ന ഡിസ്കളറേഷൻ, അത് ചെറിയ കുത്തുപാടുകൾ സ്പോട്സ് ആയിട്ടായാലും, കുറച്ചുകൂടെ വട്ടത്തിലെ പാച്ചസ് ആയിട്ടായാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോഗ്രഫിക് സ്ട്രക്ചേഴ്സ് പോലെ ആയാലും, ഇവയെല്ലാം നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ച്, ഒരു എക്സ്പേർട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതാണ്. ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിൽ മാത്രമാണ് നമ്മൾ ഫുഡിൽ കറക്ഷൻ വരുത്തി വൈറ്റമിൻസ് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക.